ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. വണ്ടി പ്രാന്തന്മാരുടെ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും സ്വന്തമായിട്ട് ഒരു നല്ല പെർഫോമൻസ് ഉള്ള വണ്ടി വാങ്ങുക എന്നുള്ളത്. അപ്പോൾ ആദ്യമേ നമ്മൾ സെക്കൻഡ് വണ്ടികളായിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു വണ്ടികളുടെ ഇഷ്ടം കൊണ്ട് കുറച്ച് ക്യാഷൊക്കെ സേവ് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഫോക്സ് വാഗനോ സ്കോഡയൊക്കെ പോയി പഴയ ഒരു വണ്ടി എടുക്കും. ആ ഒരു പെർഫോമൻസ് ഒക്കെ നമ്മൾ എടുക്കും. പക്ഷേ ആ വണ്ടിക്ക് നല്ലപോലെ പണി വരും. ആ വണ്ടി ഇപ്പോൾ ചീപ്പായിട്ട് കിട്ടുമെങ്കിലും അതിൻ്റെ പാർട്സിനും സർവീസ് കോസ്റ്റൊക്കെ നല്ലപോലെ കൂടുതലായിരിക്കും. നമുക്കതൊരു മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റാത്തൊരവസ്ഥയാകും. അതുകൊണ്ട് പലരും ആദ്യമേ വണ്ടി വാങ്ങുമ്പം അവരുടെ ചോയ്സ് മാരുതിയുടെ വണ്ടികളൊക്കെ ആയിരിക്കും. അതാകുമ്പോൾ നമുക്ക് കൊണ്ടു കിടക്കാൻ വളരെ സിമ്പിളാണ്, മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ മാരുതിയുടെ വണ്ടി വാങ്ങുന്നിടത്ത് പലരുടെയും പ്രശ്നം ആ ഒരു പെർഫോമൻസ് ഇല്ലല്ലോ എന്നുള്ളൊരു പ്രശ്നമായിരിക്കും. പക്ഷേ മാരുതിയുടെയും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരുപാട് വണ്ടികളുണ്ട്. ചിലതൊക്കെ വളരെ റെയറാണ്, ചിലതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റിയ വളരെ അഫോർഡബിളായ, ചീപ്പായ, മെയിൻറ്റെയിൻ ചെയ്യാൻ സിമ്പിളായ, നല്ല റിലയബിളായ മാരുതിയുടെ അത്യാവശ്യം പെർഫോമൻസ് വരുന്ന വണ്ടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ വണ്ടി നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ വന്ന ആ ഒരു വണ്ടിയാണ് നമ്മുടെ സെന്ന് അത്യാവശ്യം നല്ല പെപ്പിയായ ഒരു വണ്ടിയാണ്. ഒരുപാട് പെർഫോമൻസ് ഒന്നും പറയുന്നില്ല, എങ്കിലും ഓടിക്കാൻ നല്ല പെപ്പിയായ ഒരു കാറാണ് സെൻ എന്ന് പറയുന്നത്. അതിന് മെയിൻ കാരണം അതിൻ്റെ പവറൊന്നുമല്ല, അതിൻ്റെ ആ ഒരു വെയിറ്റാണ്. വെറും 750 കിലോഗ്രാം മാത്രമേ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ വണ്ടി നല്ലപോലെ പതിഞ്ഞായിരിക്കുന്നത്, അതുകൊണ്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയൊക്കെ ലോ ആയിരിക്കും. അതുകൊണ്ട് നല്ല കോർണറിങ് സ്റ്റെബിലിറ്റിയും നമുക്ക് ആ ഒരു വളവൊക്കെ നല്ല അടിപൊളി എടുക്കാൻ പറ്റും. നമുക്കൊരു അത്യാവശ്യം നല്ല ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറഞ്ഞുകൊണ്ടൊക്കെ ആ വണ്ടി തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ വെറും 60 PS മാത്രമേ ഉള്ളൂ. 78 Nm ടോർക്ക് മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു 993 cc ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിൻ അതിൽ വരുന്നത്. പക്ഷേ വെയിറ്റ് കുറവായതുകൊണ്ട് ഓടിക്കാൻ അത്യാവശ്യം പെപ്പിയായ ഒരു വണ്ടിയാണ് സെൻ എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ വില നോക്കാൻ നേരം നമുക്ക് ആ ഒരു 50,000 അല്ലെങ്കിൽ അതിന് താഴെ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് അത്യാവശ്യം സെന്നൊക്കെ കിട്ടുന്നതാണ്. പിന്നെ നല്ല റിലയബിളായ എഞ്ചിനാണ്. കാർബറേറ്റർ വേർഷനും MB-FI വേർഷനൊക്കെ ഉണ്ട്. ഈ എഞ്ചിനൊക്കെ പക്കാ റിലയബിളാണ്. എന്ത് കാണിച്ചാലും പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും ആകത്തില്ല. നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ സെന്നിൽ പണ്ട് മുതലേ തന്നെ ആൾക്കാർ ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്യുമായിരുന്നു. അതായത് ആ സമയം നോക്കുകയാണെങ്കിൽ ബി-സെൻ, ഇ-സെൻ എന്നൊക്കെ പറഞ്ഞ സെൻ ഉണ്ടായിരുന്നു. അതായത് ബി-സെൻ നോക്കുകയാണെങ്കിൽ ബെലേനോയുടെ 1.6 ലിറ്റർ എഞ്ചിൻ എടുത്ത് സെന്നകത്ത് വയ്ക്കുമായിരുന്നു. ഇ-സെൻ എന്ന് പറയുന്നത് നമ്മുടെ ഈസ്റ്റീമിൻ്റെ 1.3 എഞ്ചിൻ എടുത്ത് സെന്നകത്ത് വയ്ക്കുക. അടുത്ത വണ്ടി നിങ്ങളെല്ലാവരും മനസ്സിൽ വിചാരിച്ചൊരു വണ്ടി തന്നെയാണ്, നമ്മുടെ ഈസ്റ്റീമാണ്. ആ ഒരു സമയം നോക്കുകയാണെങ്കിൽ ഒരുപാട് റാലിക്കാരുടെ യൂസ് ചെയ്തൊരു വണ്ടിയാണ് ഈ ഒരു ഈസ്റ്റീം എന്ന് പറയുന്നത്. കാരണം ഇതും നമ്മൾ സെൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരുപാട് പവറൊന്നുമില്ല, പക്ഷേ വണ്ടിക്ക് നല്ലപോലെ വെയിറ്റ് കുറവാണ്. പിന്നെ വണ്ടി താന്നിരിക്കുന്നതുകൊണ്ട് ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു കോർണറൊക്കെ എടുക്കാനും നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ നല്ലപോലെ ഫീൽ ചെയ്യുന്നൊരു വണ്ടിയാണ്. ഇതിൽ വരുന്നത് എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു 1298 cc 4 സിലിണ്ടർ എഞ്ചിനാണ്. മാക്സിമം പവർ എന്ന് പറയുന്നത് 85 HP ആണ്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 110 Nm ആണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിന് വരുന്നത്. അപ്പം അത്യാവശ്യം കാണാൻ ലുക്കാണ്. നമുക്ക് ആ ഒരു പഴയ ഒരു JDM ഫീലൊക്കെ വേണ്ടി കിട്ടുന്നതായിരിക്കും. അങ്ങനത്തെ ഒരു ലുക്കാണ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ അതൊരു ഫീൽ തോന്നാൻ കാരണം, മേട്ട് തോന്നാൻ കാരണം ഇതിൻ്റെ വെയിറ്റ് കുറവാണ്. അതുതന്നെയാണ് ഇതിൻ്റെ ആ ഒരു ഇമ്പ്രസീവായ കാര്യം എന്ന് പറയുന്നത്. അടുത്ത വണ്ടി വളരെ റെയറായൊരു വണ്ടിയാണ്. വേണമെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയൊരു വണ്ടിയുടെ വളരെ റെയറായൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ ആൾട്ടോയുടെ 1.1 ലിറ്റർ എഞ്ചിനുള്ള വേർഷനാണ്. ആൾട്ടോ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിരിക്കും. അതിൽ വരുന്നത് ഒരു 796 cc 3 സിലിണ്ടർ എഞ്ചിനാണ്. അതിന് വെറും 47 HP മാത്രമേ പവറുള്ളൂ. പക്ഷേ ആൾട്ടോ ഇറങ്ങിയ ആ ടൈമിൽ തന്നെ 2000 മുതൽ തന്നെ അതിനകത്ത് വേറൊരു എഞ്ചിൻ ഓപ്ഷൻ കൂടെ നമ്മുടെ മാരുതി കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അത്യാവശ്യം റെയറായ ഒരു എഞ്ചിൻ ഓപ്ഷനാണ്. കാരണം ഈ ഒരു ഓൾട്ടോ എല്ലാവരും വാങ്ങിക്കുന്ന ആ ഒരു മൈലേജൊക്കെ നോക്കിയായിരിക്കും. ഈ ഇത്രയുടെ പവർ കൂടി എഞ്ചിനാകുമ്പോൾ മൈലേജ് കുറയും. അതുകൊണ്ടായിരിക്കും ആ ഒരു 1.1 ലിറ്റർ എഞ്ചിൻ വാങ്ങിക്കാണ്ട് പോയത്. ഈ ഒരു എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു 1061 cc ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ്. മറ്റേ 3 സിലിണ്ടറാണ്. പക്ഷേ ഈ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഇത് 4 സിലിണ്ടറാണ്. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 63 HP ആണ്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 80 Nm ടോർക്കും ഇതിന് വരുന്നുണ്ട്. 750 കിലോഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. അതായത് ഇതുവരെ വളരെ ലൈറ്റായ ചെറിയൊരു കാറിൽ ഈ ഒരു ഇത്രയും പവറുള്ള 4 സിലിണ്ടർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നതാണ്. ഇതിന് ഏകദേശം 155 km/h മേലെ ടോപ്പ് സ്പീഡ് ഉണ്ടെന്നാണ് പറയുന്നത്. 0 to 100 ഇത് ഏകദേശം 13 സെക്കൻഡിലാണ് 0 to 100 ഈ വണ്ടി അച്ചീവ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പോലെ തന്നെ പെർഫോമൻസ് ഉള്ളൊരു വണ്ടിയാണിത്. പിന്നെ ഇത് അത്യാവശ്യം ആൾക്കാർ ചെറുതായി ട്യൂൺ ചെയ്ത് ഇതിൻ്റെ പവർ കൂട്ടാറുണ്ട്. അപ്പോൾ പവർ പിന്നെയും കൂടുന്നതായിരിക്കും. ഓടിക്കാൻ അടിപൊളിയായിട്ടുള്ള വണ്ടി തന്നെയാണ് ഈ ഒരു ഓൾട്ടോ 1.1 എന്ന് പറയുന്നത്. അടുത്ത വണ്ടി നിങ്ങളെല്ലാവരും കാത്തിരുന്ന വണ്ടിയാണ് നമ്മുടെ ബെലേനോയാണ്. ബെലേനോയുടെ കാര്യം കുറച്ച് ഡിഫറൻ്റ് ആണ്. വണ്ടിക്ക് അത്യാവശ്യം നല്ല പവറും ഉണ്ട്, വെയിറ്റും നല്ലപോലെ തന്നെ കുറവാണ്. അതായത് ഓൾമോസ്റ്റ് 1000 കിലോയോളം ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. 1000 കിലോയ്ക്ക് താഴെ എന്ന് പറയാം. പിന്നെ ലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അതുകൊണ്ട് ആ ഒരു കോർണറൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും. ഹാൻഡിലേക്ക് അത്യാവശ്യം അടിപൊളിയായിരിക്കും. പിന്നെ വണ്ടിക്ക് നോക്കുകയാണെങ്കിൽ 95 HP അടുത്ത് പവർ വരുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് 100 bhp അടുത്ത് ഈ വണ്ടിക്ക് പവർ വരുന്നുണ്ട്. 131 Nm ടോർക്കും വരുന്നുണ്ട്. ഒരു വലിയ എഞ്ചിനാണ് വന്നേക്കുന്നത്. ഒരു 1590 cc ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് വന്നേക്കുന്നത്.
അതുകൊണ്ട് മൈലേജ് കുറവായിരിക്കും, പക്ഷേ പെർഫോമൻസ് അപാരമായിരിക്കും. പിന്നെ മാരുതിയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റിലയബിൾ ആയ ഒരു എഞ്ചിനാണിത്. പിന്നെ സർവീസ് കോസ്റ്റൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ പാർട്സിന് കുറച്ചൊക്കെ വില കൂടുതലാണെന്ന് പറയുന്നത്, ബലെനോയുടെ പാർട്സിന് അത്യാവശ്യം വില കൂടുതലാണെന്ന് പറയുന്നത്. പക്ഷേ ബലെനോ യൂസ് ചെയ്തിരിക്കുന്ന മറ്റു പല മാരുതികളുടെയും പാർട്സാണ്. അതുകൊണ്ട് ആ വണ്ടിയുടെ ആ ഒരു പാർട്ട് നമ്പറൊക്കെ വെച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വില കുറവിൽ ആ പാർട്സൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും ഒരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയ്ക്ക് സെക്കൻഡ് നല്ല ബലെനോ കിട്ടാനുണ്ട്. ഓയിൽസിലൊക്കെ നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. നല്ലപോലെ തന്നെ പെർഫോമൻസ് ഉള്ള നല്ല ലുക്കും കൂടുതലൊരു വണ്ടിയാണ് നമ്മുടെ ബലെനോ എന്ന് പറയുന്നത്. അടുത്ത വണ്ടി മാരുതിയിൽ അത്രയ്ക്ക് ഫേമസ് ആവാത്തൊരു വണ്ടിയാണ്. ഇത് നമ്മുടെ XS4 ആണ്. ഈ വണ്ടി ഫേമസ് ആയിരിക്കാനുള്ള മെയിൻ കാരണം നോക്കുകയാണെങ്കിൽ മാരുതിയുടെ വണ്ടികൾ നമുക്ക് കിട്ടുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഈ ഒരു വണ്ടി. കാരണം മൈലേജൊക്കെ നല്ലപോലെ തന്നെ കുറവായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ മാരുതിയുടെ വണ്ടികൾ പറയുന്ന ഒരു പ്രശ്നമാണ് വണ്ടിയുടെ ബോഡിക്ക് വെയിറ്റ് ഇല്ല, സേഫ്റ്റി കുറവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഈ ഒരു വണ്ടി. അത്യാവശ്യം നല്ലപോലെ തന്നെ വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അവരുടെ ഒരു ഇൻ്റർനാഷണൽ വണ്ടിയായിരുന്നു ഈ ഒരു XS4 എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സെഡൻ വേർഷനാണ് നമുക്ക് ഇന്ത്യ കിട്ടിയത്. അതുകൊണ്ട് ആ ഒരു ബോഡിക്കൊക്കെ നല്ല ഉറപ്പുള്ള വണ്ടിയാണ്. നല്ലപോലെ തന്നെ സേഫ്റ്റി ഒക്കെ ഉള്ള ഒരു വണ്ടിയായിരുന്നു. 1210 കിലോഗ്രാമോളം വെയിറ്റ് ഉണ്ട്. അതായത് ആ ഒരു സൈസ് വെച്ച് നോക്കാൻ നിർദ്ദേശം നല്ല വെയിറ്റുള്ള വണ്ടി കൂടെയായിരുന്നു എന്ന് പറയുന്നത്. ഇതിൻ്റെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ അതും അത്യാവശ്യം വലിപ്പമുള്ള എഞ്ചിനാണ്. അതാണ് ഇതിന് മൈലേജ് കുറയാനുള്ള മെയിൻ കാരണം. 1586 cc ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ് ഇത് ഉണ്ടായിരുന്നത്. 105 HP പവറും ഇത് പ്രൊഡ്യൂസ് ചെയ്യും. 145 Nm ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് മൈലേജ് നല്ലപോലെ തന്നെ കുറവാണ്. 2011 ആയപ്പോൾ ഇതിൻ്റെ ആ ഒരു VVT വേർഷൻ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ആ ഒരു VVT ഉള്ള മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മൈലേജ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് നിസാര എഞ്ചിനൊന്നുമല്ല. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ പഴയ സ്വിഫ്റ്റ് സ്പോട്ടിൽ വന്നുകൊണ്ടിരുന്നത് ഈ ഒരു 1.6 എഞ്ചിനാണ്. ആ സെയിം എഞ്ചിൻ നമുക്ക് ഇന്ത്യയിൽ കിട്ടിയേക്കുന്നത് XS4ലാണ്. അതായത് അത്രയ്ക്ക് പൊട്ടൻഷ്യൽ ഉള്ള എഞ്ചിനാണ് ഈ വണ്ടി വെച്ചേക്കുന്നത്. ഇത് ട്യൂൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ തന്നെ പെർഫോമൻസ് വേണ്ടി ഉണ്ടാക്കാം. ഈ ഒരു സെയിം എഞ്ചിൻ വെച്ചാൽ 300 HP മേലെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വിഫ്റ്റ് സ്പോട്ടൊക്കെ നമ്മൾ ഗ്ലോബലി നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. അടുത്ത വണ്ടി നമ്മൾ ഓൾട്ടോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ ഫേമസ് ആയ വണ്ടിയുടെ ആരും അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്യാത്തൊരു വേർഷനാണ്. അത് നമ്മുടെ S-Crossൻ്റെ 1.6 ലിറ്റർ ഡീസൽ വേർഷനാണ്. ഇതൊരു ഡീസൽ വണ്ടിയാണ്, പക്ഷേ മാരക പെർഫോമൻസ് ആണ്. ഇതിൻ്റെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു 1598 cc 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഇതിന് 118 HP പവറും ഉണ്ട്. 320 Nm എന്ന് പറയുന്ന ആ ഒരു വലിയ ടോർക്കാണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കിതിനൊരു ഡീസൽ റോക്കറ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഷെവലയുടെ ക്രൂസിന് എത്ര തന്നെ ടോർക്ക് ഈ ഒരു വണ്ടിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 320 Nm എന്ന് പറഞ്ഞ വലിയൊരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇതിൽ വന്നുകൊണ്ടിരുന്നത്. 1275 കിലോഗ്രാം മാത്രമേ ഇതിന് വെയിറ്റും വരുന്നുള്ളൂ. പിന്നെ ഒരു ടൂൺഡ് വേർഷനൊക്കെ നമുക്ക് കേരളത്തിൽ നോക്കിയാലും കാണാൻ കഴിയും. അതായത് നമുക്ക് പെട്ടെന്ന് ട്യൂൺ ചെയ്ത് ഒരു 200 HP മാറ്റാൻ പറ്റും. ഇനി 200 HP പവർ ഇതിനുണ്ടെങ്കിലും ഇത് ഡീസൽ ആയതുകൊണ്ട് നല്ലപോലെ തന്നെ മൈലേജ് വരുന്നതാണ്. 16 km/ലിറ്ററൊക്കെ അപ്പോഴും ഈ വണ്ടി മൈലേജ് തരുന്നു. അങ്ങനെ നല്ലൊരു എഞ്ചിനും നല്ല പെർഫോമൻസും നല്ല മൈലേജ് തരുന്നൊരു വണ്ടിയാണ് ഈ ഒരു S-Cross 1.6 ലിറ്റർ എന്ന് പറയുന്നത്. പിന്നെ സുസുക്കിയുടെ ഒരു കിഷാക്ഷി എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്. അവരുടെ ലക്ഷറിയസ് ആയ നല്ലപോലെ തന്നെ പവർഫുൾ ആയ ഒരു വണ്ടിയാണ്. അത് നല്ലപോലെ റെയർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്താറുന്നത്. പിന്നെ പഴയ ഗ്രാൻഡ് വിറ്റാറ ഉണ്ട്, അതും അത്യാവശ്യം റെയർ ആയ ഒരു വണ്ടിയാണ്. പിന്നെ ജിപ്സിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വണ്ടി അത്യാവശ്യം പഴയതാണെങ്കിലും ഇപ്പോഴും നല്ലപോലെ ഡിമാൻഡുണ്ട്. നല്ലപോലെ തന്നെ പ്രൈസ് കൊടുത്താലേ ആ ഒരു വണ്ടി നമുക്ക് കിട്ടത്തുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.